ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ PC ജോർജിനെ സംരക്ഷിച്ചു പോലീസ്. പരാതികളിൽ പോലീസ് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വിഷയത്തിൽ യൂത്ത് ലീഗ്, SDPI എന്നീ സംഘടനകളാണ് ആദ്യം പരാതി നൽകിയത്. പരാമർശം വിവാദമായതിന് പിന്നാലെ ക്ഷമാപണം നടത്തി തടിയൂരാനും PC ജോർജ് ശ്രമിച്ചിരുന്നു. നമസ്കാരം. 2 ദിവസം മുമ്പ് ജനൻ TVയിൽ വെച്ച് നടന്നൊരു ചർച്ചയിൽ PC ജോർജ് ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും കൂടി ആക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ആ വിഭാഗത്തിലുള്ള എല്ലാ ആൾക്കാരും പ്രശ്നക്കാരാണ്, അവർ മോശക്കാരാണ്, അവരിവിടെ ജീവിക്കുന്നത് ബാക്കിയുള്ള ജനങ്ങൾക്കും പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ അവർ പാകിസ്ഥാനിലേക്ക് പോകട്ടെ, നമ്മുടെ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കട്ടെ, ഇങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ ഇത് നല്ല രീതിയിൽ വിവാദമായി എല്ലാ ആൾക്കാരിലേക്കും എത്തിയിട്ടുണ്ട്. അതിനുശേഷം SDPIക്കാരായിക്കോട്ടെ, യൂത്ത് ലീഗ് ആയിക്കോട്ടെ, അവരൊക്കെ തന്നെ പോലീസിൽ കൊണ്ടുപോയി പരാതി നൽകി. പരാതി നൽകിയതിന് പിന്നാലെ മാപ്പപേക്ഷയുമായിട്ട് PC ജോർജ് രംഗത്ത് വന്നേക്കാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള പോസ്റ്റാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു മാപ്പപേക്ഷ ജെന്യുവിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹം ഇതിനകത്ത് ഇട്ടേക്കുന്നത് എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ എൻ്റെ വായിൽ നിന്ന് വന്നതാണ്, അങ്ങനെ ഒരു അർത്ഥം വന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഒരു അർത്ഥം വന്നു, അല്ലാതെ അദ്ദേഹം അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് അങ്ങനെ വെറുതെ ഒരു അർത്ഥം വരുമല്ല. അദ്ദേഹം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരുന്നു, ഇന്ത്യയിലുള്ള മുസ്ലിമാണോ, അവൻ ഇങ്ങനെയാണ്, അവർ പ്രശ്നക്കാരാണ്, അവർ മോശക്കാരാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സംസാരിച്ചത്. പ്രകോപിപ്പിച്ചതിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 വാക്ക് മാത്രമേ വായിൽ നിന്ന് വരത്തുള്ളൂ. ഇത് ത്രൂ ഔട്ട് ആ ചർച്ചയിൽ മുഴുവനായിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ ചർച്ച നിങ്ങൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വളരെ റൂഡായിട്ട്, വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് PC ജോർജ് അതിനകത്ത് സംസാരിക്കുന്നത്. മാന്യമായിട്ടുള്ള ഭാഷയൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ആ ചർച്ച മുഴുവൻ ടൂ 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 എന്നുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ വരത്തുള്ളൂ. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തെറി പറയുവാണ്. PC ജോർജ് ഇദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് നേരത്തെ അറിയാം. കാരണം പലപ്പോഴായിട്ട് ചാനൽ ചർച്ചകളിലായിക്കോട്ടെ, അല്ലാത്ത കാര്യങ്ങളിലായിക്കോട്ടെ, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വന്നിരുന്ന് തെറി വിളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ളൊരു ഹോബിയാണ്. അപ്പൊ ഇപ്പം പ്രശ്നമാകും, പോലീസ് കേസ് എടുത്താലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും ഇപ്പോൾ ഒരു മാപ്പപേക്ഷയുമായിട്ട് രംഗത്ത് വന്നേക്കുന്നത്. സത്യത്തില് ആരും പരാതി നൽകാതെ തന്നെ കേസ് എടുക്കേണ്ട ഒരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്. ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്. കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തു, ഒരു നടിക്കെതിരെ സംസാരിച്ചതിന്. അദ്ദേഹത്തിന് റിമാൻഡ് ചെയ്തു. ശരിക്കും ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റിനെക്കാട്ടിലും ഒക്കെ തന്നെ 100 മടങ്ങ് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ് PC ജോർജ് ചെയ്തത്. നമ്മുടെ ഒരു രാജ്യത്തിന് എതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്, നമുക്ക് ഭരണഘടനയുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടാണ് സത്യത്തിൽ PC ജോർജ് അവിടെ സംസാരിച്ചത്. ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുക, ഹേറ്റ് സ്പീച്ച് നടത്തുക എന്ന് പറയുന്നത് ആരും പരാതി നൽകാതെ തന്നെ, അങ്ങനെ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ പോലീസിന് കേസെടുക്കാം. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. PC ജോർജ് മാത്രമല്ല, ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കൃമികീടങ്ങളുണ്ട് ഇങ്ങനെ ചുമ്മാ യൂട്യൂബിലായിക്കോട്ടെ, അല്ലാത്ത മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തിനെതിരെ മോശമായിട്ട് സംസാരിക്കുക, അവരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുക, അവരെ മൊത്തത്തിൽ കുറ്റക്കാരാക്കുക. ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ അവർക്ക് എന്തൊക്കെയോ സുഖം കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ തെറ്റായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ ആൾക്കാരുടെ ഇടയിലേക്ക് അവർ പരത്തുകയാണ്. ഇപ്പൊ PC ജോർജ് പറഞ്ഞത് തന്നെ നമുക്ക് എടുത്തു നോക്കാം. മുസ്ലിങ്ങൾ മുഴുവൻ പ്രശ്നക്കാരാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ മുഴുവനായിട്ടും ഇവിടുത്തെ ക്രമസമാധാന നില തകർത്തുകൊണ്ടിരിക്കുകയാണോ? ഇവിടുത്തെ ക്രമസമാധാന നില തകർക്കുന്നതിൽ എല്ലാ വിഭാഗത്തിലും പങ്കുണ്ട്. അപ്പൊ മനുഷ്യന്മാരെന്നുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ കാറ്റഗറിയിൽ പെടുത്തിയാൽ പോരെ? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് അവന്റെ മതമായിരിക്കും. അങ്ങനെ മതം നോക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ ആ തെറ്റിന്റെ വ്യാപ്തി കുറയുന്നില്ല. ഇന്ന മതവിഭാഗത്തിലുള്ള ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിന്റെ വ്യാപ്തി കുറയും, വേറൊരു മതവിഭാഗത്തിലുള്ള ആൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റിന്റെ വ്യാപ്തി കൂടും. അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. നമ്മൾ അതിന്റെ വ്യാപ്തി അളക്കുന്നത് മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല. ജാതി ഏതായാലും മതം ഏതായാലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ എന്താണ് ആൾക്കാർ കൺസിഡർ ചെയ്യാത്തത്? ഈ മതം പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൃഷ്ടിക്കുന്നവർക്കെതിരെയാണ് സത്യത്തിൽ ഞാൻ പോലും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു വിഭാഗത്തിനെതിരെ സംസാരിക്കുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നു, ഞാൻ ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നു, ഞാൻ ഒരു മതവിഭാഗത്തിനെതിരെ സംസാരിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നത് ആരായിക്കോട്ടെ, അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അത് തെറ്റ് തന്നെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹേറ്റ് സ്പീച്ച് നടത്താതെ ഇരിക്കുക. ഇപ്പൊ PC ജോർജ് ഇങ്ങനെ പറയുന്ന സമയത്ത് പലരെയും അത് സ്വാധീനിക്കാം. ഇതുപോലെ ഒരു നേതാവ് പറഞ്ഞു, പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ?
നിയമത്തെ പേടിക്കുമോ? നേതാക്കന്മാർ തന്നെ, പൊളിറ്റീഷ്യന്മാർ തന്നെ നിയമം തെറ്റിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരു കാരണവശാലും നിയമത്തെ പേടിക്കില്ല. അപ്പം നിയമം കൃത്യമായിട്ട് പാലിച്ച് മാതൃകയാകേണ്ടവരാണ് പൊളിറ്റീഷ്യന്മാർ, നേതാക്കന്മാർ. അപ്പൊ ഇത്തരത്തിൽ എന്തും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെ എന്ന് പറഞ്ഞ് എന്തും വിളിച്ച് പറയാം എന്നുള്ള ധാരണ പല ആൾക്കാരുടെ ഇടയിലുമുണ്ട്. ആ ധാരണ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുത്ത് അവരെ തെറ്റുകാരാണെന്ന് മുദ്ര കുത്തുക തന്നെ ചെയ്യണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? തെറ്റായിട്ടുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഒന്നോ രണ്ടോ തവണയല്ല, പല തവണയായിട്ട് PC ജോർജ് തന്നെ ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ന്യായീകരിച്ചാൽ മതിയല്ലോ. ഇതൊന്നും ന്യായീകരിക്കേണ്ട കാര്യമല്ല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ് അദ്ദേഹം ചെയ്തത്, അല്ലെന്ന് പറയാൻ പറ്റുമോ? ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ്. കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മതവിഭാഗത്തിനെതിരെയോ ഒരു വിഭാഗത്തിനെതിരെയോ ഹേറ്റ് സ്പീച്ച് നടത്താൻ പാടില്ല, അവരെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി പാടില്ല. നമുക്ക് നമ്മുടെ മതം വിശ്വസിക്കാം, നമ്മുടെ മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കാം, അതിന് അവകാശമുണ്ട്. വി ക്യാൻ പ്രൊപ്പഗേറ്റ്. നമ്മുടെ മതത്തെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, പ്രചരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മതം വിശ്വസിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ മതത്തിലുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കാം, സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ മതത്തെക്കുറിച്ചിട്ട് സംസാരിക്കാം. പക്ഷേ മറ്റൊരു മതത്തെക്കുറിച്ചിട്ട് ഹേറ്റ് സ്പീച്ച് നടത്താനോ, അവർ തെറ്റുകാരാണ്, അവർ മോശക്കാരാണെന്ന് മുദ്ര കുത്താനോ, അവരെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്താനോ ആർക്കും അവകാശമില്ല. ഒരു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കും അവകാശമില്ല. അതിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആർക്കും തന്നെ അവകാശമില്ല. പരസ്പരം ചെളി വാരിത്തേക്കാൻ അവകാശമില്ല. വേണമെങ്കിൽ സ്വന്തം മുഖത്ത് തന്നെ ചെളി വാരിത്തേക്കാം. ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ്. ഈ ഫണ്ടമെന്റൽ റൈറ്റിനെ പല ആൾക്കാരും അനാവശ്യമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. മിസ്യൂസ് ചെയ്യാനുള്ളതല്ല ഫണ്ടമെന്റൽ റൈറ്റ്. നമുക്ക് ഇത്രയൊക്കെ സ്വാതന്ത്ര്യവും റൈറ്റ്സും ഒക്കെ തരുമ്പോൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും കൂടി പൗരന്മാർ പഠിക്കണം. നമുക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്, ഒത്തിരി റൈറ്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മളിലേക്ക് ഒരുപാട് ബൗണ്ടറീസ് ഒന്നും നമ്മുടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, നമ്മുടെ നിയമം ആയിക്കോട്ടെ, നമ്മളിലേക്ക് ഒരുപാട് ബൗണ്ടറീസ് ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. കുറച്ച് ചെറിയ ചെറിയ ബൗണ്ടറീസ് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടും അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് അറിയില്ല. ഇപ്പം നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഇവിടെയായിട്ടൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഗുരുതരമായി കഴിഞ്ഞാൽ ആർക്കും തന്നെ ജീവിക്കാൻ പറ്റത്തില്ല. വെറുതെ എന്തിനാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരി വാരിത്തേക്കുന്നത്? സന്തോഷത്തോടുകൂടി ജീവിക്കാമല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മുസ്ലിം ലീഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുസ്ലിം ലീഗിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ആൾക്കാരെ കുറിച്ച് മാത്രം സംസാരിക്കുക. അവരുടെ മതം മെൻഷൻ ചെയ്യുമ്പോഴാണ് പ്രശ്നം. അവരുടെ മതത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ PC ജോർജ് സംസാരിച്ചു. PC ജോർജിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ PC ജോർജിന്റെ മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം ഉള്ള പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. PC ജോർജ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PC ജോർജിനെ കുറിച്ച് സംസാരിക്കുക. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അങ്ങനെയല്ല ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിച്ച് ഇത്തരത്തിലുള്ള ഹേറ്റ് സ്പീച്ച് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിനകത്ത് പോലീസുകാർ തന്നെ ഇടപെടണം, നിയമപാലകർ തന്നെ ഇടപെടണം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുത്തിട്ട് അവരെ കോടതിയിലേക്ക് എത്തിക്കുക, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. എങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ.